ഇവനെ ആൺകുട്ടിയിട്ട് വളർത്തിയാൽ മതി. കാലം മുന്നോട്ടു പോയി. തളർന്നു കിടപ്പിലായ തുറയിലാശാൻ മരണമടഞ്ഞു. കുമാരനാകട്ടെ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണത്തിനു കീഴടങ്ങി. രാധാകൃഷ്ണൻ എന്ന ആ തീരത്തെ വെറും ഒരു മത്സ്യത്തൊഴിലാളി മാത്രമല്ല, മറിച്ച് കടലിനെ അറിയുന്ന, അതിന്റെ ആഴങ്ങളെ സ്നേഹിക്കുന്ന ഒരു കരുത്തനായ മനുഷ്യനാണ്. ഒരിക്കൽ മറ്റുള്ളവർ അവനായി നിഷേധിക്കപ്പെട്ട മത്സ്യബന്ധന ജോലി ഇന്ന് അവൻ അഭിമാനത്തോടെ ചെയ്യുന്നുണ്ട്. കൂടാതെ ആ കരയിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറന്റും തുടങ്ങിയിട്ടുണ്ട്. ആ തീരത്തെ ആളുകൾക്കെല്ലാം അവനോട് ഏറെ ബഹുമാനമുണ്ട്. കടലിനോട് അവന് ഇപ്പോൾ ഭയമില്ല, മറിച്ച് അത് അവന്റെ ശക്തിയായി മാറി. മാലുവും രാധയും അവരുടെ മകൻ കാശിനാഥനും സന്തോഷത്തോടെ ജീവിക്കുന്നു. തന്റെ അച്ഛന്റെ ഭൂതകാലം അവനൊരു രഹസ്യമല്ല. രാധാകൃഷ്ണൻ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ച തീരുമാനം എടുത്തിരുന്നു. എന്റെ മകൻ എങ്ങനെയാകണമെന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ, ഞാൻ ഒരിക്കലും അവനെ മാറ്റാൻ ശ്രമിക്കില്ല. അവൻ മകനെ സ്വാതന്ത്ര്യവും സൗമ്യതയും മനക്കരുത്തുമുള്ള ഒരു മനുഷ്യനാവാൻ പഠിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്നു. രാധാകൃഷ്ണൻ ക്ലീറ്റസിനെ നേരിട്ട ആ ദിവസം റോസിയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അനീതികൾ അവസാനിപ്പിക്കണമെന്ന വാശിയിൽ റോസി നിയമം പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൾ ഇന്ന് ആ കരയിലെ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കായി അവൾ നീതി വാങ്ങിക്കൊടുക്കുന്നു. തലയ്ക്ക് പരിക്കേറ്റ ക്ലീറ്റസ് വർഷങ്ങളോളം ചികിത്സയിലായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം അവൻ റോസിയെ ഉപദ്രവിക്കാൻ വീണ്ടും പദ്ധതിയിടുന്നു. അങ്ങനെ അവൾ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വലിയ വാഹനം ഇടിപ്പിച്ച് അവൾക്ക് മനഃപൂർവ്വം അവനൊരു അപകടമുണ്ടാക്കുന്നു. ആ സമയത്ത് അവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കുന്നത് ഡോക്ടർ ആൽവിനാണ്. അവിടെ നിന്നും തുടങ്ങിയ ആ ബന്ധം സൗഹൃദമായും പിന്നീട് പ്രണയമായും ഒടുവിൽ അവർ തമ്മിലുള്ള വിവാഹത്തിലേക്കും എത്തിക്കുന്നു. റോസി തന്റെ നിയമപരമായ കരുത്തിലൂടെ ക്ലീറ്റസിനെ അർഹമായ ശിക്ഷയിലേക്ക് എത്തിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രാധയുടെ മകൻ കാശിനാഥൻ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിയാണ്. കാശിനാഥൻ തന്റെ അച്ഛനെ പോലെ കലകളെ സ്നേഹിക്കുന്നു. പ്രത്യേകിച്ചും നൃത്തത്തോട് അവന് താല്പര്യമുണ്ട്. അങ്ങനെയിരിക്കെ കാശി കോളേജിലെ ഒരു ഫംഗ്ഷനിൽ വെച്ച് നൃത്തം അവതരിപ്പിക്കുന്നു. കാണികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് തന്റെ മകൻ അഭിമാനത്തോടെ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ രാധാകൃഷ്ണന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ തന്റെ മകനെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നത്. താൻ പണ്ട് നേരിട്ട വേദനകൾ അവന്റെ മകൻ അനുഭവിക്കാൻ പാടില്ല എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. മറുകരയിൽ ഫ്രെഡി തന്റെ റെസ്റ്റോറന്റ് ബിസിനസ് വിപുലീകരിച്ചു. കടൽ തീരത്ത് അവൻ ഒരു വലിയ ഹോട്ടൽ തന്നെ കെട്ടിപ്പടുത്തു. സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന റോസിക്കും ആൽവിനും ഒരു മകളുണ്ട്, ആൻമരിയ. അവൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻമരിയയും കാശിയും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെയിരിക്കെ ഫ്രെഡി രാധയെ കാണാൻ എത്തുന്നു. ഫ്രെഡിയും രാധയും തമ്മിലുള്ള സൗഹൃദം സഹോദര ബന്ധം പോലെ ശക്തമാണ്. ഫ്രെഡിയുടെ മുത്തശ്ശിയുടെ അസുഖമാകട്ടെ ഭേദമായി കൊച്ചുമകൾ ആൻമരിയയുമായി സമയം ചെലവഴിക്കുന്നു. രാധാകൃഷ്ണനും കുടുംബവും മുത്തശ്ശിയെ കാണാൻ ഇടയ്ക്കിടെ വരാറുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധാകൃഷ്ണനും കുടുംബവും ഫ്രെഡിയുടെ വീട്ടിലേക്ക് ഒരു പ്രധാന കാര്യം സംസാരിക്കുന്നതിനായി വരുന്നു. ഇത്ര വർഷങ്ങളായിട്ടും വിവാഹിതനാവാത്ത ഫ്രെഡിയോട് വിവാഹം കഴിക്കണമെന്നും ഒരു ജീവിതം തുടങ്ങണമെന്നും അവർ പറയുന്നു. ഫ്രെഡി പിന്നീട് രാധാകൃഷ്ണന്റെ വാക്കുകൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ റോസിയുടെ ഭർത്താവ് ഡോക്ടർ ആൽവിന്റെ വിധവയായ സഹോദരിയെ അയാൾ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഐഡന്റിറ്റി എന്നത് മറ്റുള്ളവർ തരുന്ന പേരോ വേഷമോ അല്ല, മറിച്ച് നാം സ്വയം കണ്ടെത്തുന്ന നമ്മുടെ കരുത്തും തിരിച്ചറിവുമാണെന്നും രാധാകൃഷ്ണൻ മനസ്സിലാക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി രാധാകൃഷ്ണനും മാലുവും പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നു. മറ്റൊരു തീരത്ത് ഫ്രെഡിയും ഭാര്യയും പുതിയ ജീവിതത്തിന്റെ പുതിയ വർണ്ണങ്ങളിലേക്ക്, റോസിയും കുടുംബവുമാകട്ടെ പുതിയ നേട്ടങ്ങളിലേക്കും. അവരുടെയെല്ലാം ജീവിതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.